ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിനും കളവുണ്ട്. കളവാണെങ്കിൽ ഞാൻ കാണിച്ചിറപ്പത് ഒരു കളവതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടി. 12,000 മൂപ്പർക്ക് നുണ പറയുമ്പോൾ അതും തെറ്റിപ്പോയി. 12,000 കാഫറുകൾ എന്നുള്ളത് നമ്മൾ കടത്തിക്കൂട്ടിയതാണ്. ഞങ്ങൾ എത്ര കാലമായി ഇത് പറഞ്ഞിട്ട്? എത്ര ഔലിയാക്കന്മാരുണ്ട് ഇവിടെ വൈബറിയുന്ന ആളുകളായിട്ട്. നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് തരണ്ടേ? നിങ്ങൾക്ക് ഇതാ മുജാഹിദ് ഇങ്ങനെ ഒന്ന് കടത്തിക്കൂട്ടി അപ്പം തന്നെ കയ്യോടെ പിടികൂടി, തൊണ്ടി സഹിതം പിടികൂടി അപ്പം തിരുത്തിക്കണ്ടേ? വല്ലപ്പോഴേലും ഞങ്ങളെ മുമ്പില് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താ ഇരിക്കുന്ന നാള് വരെ പറഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, ഈ 12,000 ഇയാളുടെയൊക്കെ ഉസ്താദ് തന്നെ ഇസ്മായിൽ നെല്ലിക്കുത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ന്യായീകരിക്കുക ചെയ്തിട്ടുള്ളത്. എന്താ ന്യായീകരിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1000 കുഫാറുകളും പിന്നെ 11,000 ശൈത്താന്മാരും എന്നാണ്. അത് തന്നെ ഇ.കെ. സുന്നിയുടെ നേതാവായ നമ്മുടെ മുസ്തഫൽ ഫൈസി, അയാൾ കുറെ കാലം AP ആയിരുന്നു. പിന്നെ കുവൈത്ത് കരാറില് കാന്തപുരത്തിന്റെ കള്ളക്കളി കണ്ടിട്ട് ഇ.കെ. ആയി പോയതാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. കാണാം, ബദർ ദിവസം 12,000 പേർ അവിശ്വാസികൾ റസൂലുള്ള മണ്ണ് വാരി എറിഞ്ഞപ്പോ 12,000 പേര് ഓടിമറിഞ്ഞു. അവരുടെ 12,000 പേരിന്റെ കണ്ണിലും ആ പൊടിയായി അവര് അന്താളിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടു, യുദ്ധം വിജയിച്ചു. അപ്പൊ ബദറിൽ ആകെ 1000 പേരല്ല, പിന്നെ എങ്ങനെ 12,000 പേര് ഓടുക എന്ന? ഇത് വെറുതെ ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ട്. എന്നിട്ട് ഇതിന്റെ പേരിൽ ബദർ മൗലിദ് എതിർക്കുക, അല്ലെങ്കിൽ ജാല മൗലിദ് എതിർക്കുക, ഇതാണ് ചെയ്യുന്നത്. നമുക്കറിയാത്തതിന്റെ പേരിൽ എന്തിനു എതിർക്കേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ എല്ലാം നമുക്കറിയുന്നുണ്ടോ? എന്തെല്ലാം ഖുർആൻ എന്തെല്ലാം അർത്ഥങ്ങളാണ് നാം മനസ്സിലാക്കുന്ന അർത്ഥങ്ങളാണോ ഖുർആനിലുള്ള? മനസ്സിലാക്കുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിയമങ്ങൾ വരുന്നത്? നമുക്കറിയാത്ത തള്ളി പറയാൻ കഴിയില്ല. അത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. അപ്പൊ നമുക്കറിയാത്തതാണ് നമ്മൾ തള്ളി പറയുന്നത്, വിഡ്ഢിത്തമാണത് തള്ളി പറയുന്നത്. 12,000 കുഫാറുകൾ തോറ്റോടിയെന്ന് സത്യം തന്നെയാണ്, തള്ളി പറയുന്നത് വിഡ്ഢിയാണ്. അപ്പൊ അലവി തള്ളി പറയുന്നു, അലവി വിഡ്ഢിയാണെന്നാണ് ആര് പറയുന്നത്? ആ മുസ്തഫൽ ഫൈസി പറയുന്നത് 12,000 കുഫാറുകൾ തോറ്റോടി എന്നത് വിഡ്ഢിത്തമാണ്. മാത്രമല്ല അലവി തക്കാഫിർ തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, സദഖത്തുല്ലാ മൗലവി എഴുതിയിട്ടുണ്ട്. സദഖത്തുല്ലാ മൗലവി വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റൊന്നുമല്ല. 11,000 ശൈത്താന്മാരും 1000-ഓളം കുഫാറുകളും. അപ്പൊ കണക്ക് ശരിയായി എന്നാണ്. പക്ഷെ ഇയാള് പറയുന്നത് എന്താണ്? കടത്തിക്കൂട്ടിയിട്ടുണ്ട്, അബദ്ധമുണ്ട്. എന്നാ ജാല മുഹമ്മദ് മാത്രമാണോ സുഹൃത്തുക്കളെ?